ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരത്ത് SDPI വോട്ട് വാങ്ങാൻ സന്നദ്ധത അറിയിച്ച് UDF സ്ഥാനാർത്ഥി KM അഷ്റഫ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് തള്ളിക്കൊണ്ടാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഈ നിലപാട് കൈക്കൊണ്ടത്. ഒരു പടി കടന്ന് SDPI വർഗീയ പാർട്ടിയല്ലെന്നും അഷ്റഫ് പറഞ്ഞു. BJPയെ പരാജയപ്പെടുത്താൻ എല്ലാ മതേതര കക്ഷികളുടെയും വോട്ട് വേണമെന്ന് AKM അഷ്റഫ് പറഞ്ഞു. SDPI സെക്യുലർ പാർട്ടിയാണെന്നും BJPയാണ് വർഗീയ കക്ഷിയെന്നും AKM അഷ്റഫ് പറഞ്ഞു. റൂബിക് TVക്ക് നൽകിയ പ്രതികരണത്തിലാണ് തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു മണ്ഡലത്തിലും SDPയുടെ വോട്ട് സ്വീകരിക്കുകയില്ല എന്നത് UDF തീരുമാനമാണെന്നായിരുന്നു VD സതീശന്റെ നിലപാട്. ഈ നിലപാടിനെ തള്ളിക്കൊണ്ടായിരുന്നു അഷ്റഫിന്റെ പ്രതികരണം. മഞ്ചേശ്വരം മണ്ഡലം എല്ലായ്പ്പോഴും ശക്തമായ ത്രികോണ രാഷ്ട്രീയ മത്സരത്തിന് വേദിയായിട്ടുള്ളതാണ്. UDF, BJP, LDF എന്നിവയ്ക്ക് പുറമെ SDPIക്കും ചില മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ SDPIയെക്കുറിച്ചുള്ള അഷ്റഫിന്റെ നിലപാട് മാറ്റം രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവത്തോടെ കാണുകയാണ്. നേരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതും ലീഗിന്റെ സമ്മർദ്ദ ഫലമായിട്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ AKM അഷ്റഫും മുസ്ലിം ലീഗും ശക്തമായി എതിർത്തത് BJPയെയും ഒപ്പം SDPIയും ആയിരുന്നു. പ്രത്യേകിച്ച് SDPIക്കെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളാണ് ലീഗ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മഞ്ചേശ്വരത്ത് SDPI സ്വന്തം സ്ഥാനാർത്ഥിയായി AKM അഷ്റഫിനെ രംഗത്തിറക്കിയത്. ഇതോടെ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടുകയും അതുവഴി BJPക്ക് നേട്ടമുണ്ടാകാമെന്ന വിലയിരുത്തലുകളും ശക്തമായി ഉയർന്നു. ചില ലീഗ് നേതാക്കൾ SDPI സംസ്ഥാന നേതൃത്വവുമായി ആശങ്ക പങ്കുവച്ചു. ഇതോടെയാണ് SDPI പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ഔദ്യോഗികമായി ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ SDPI ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും BJPയെ ചെറുക്കാൻ മുസ്ലിം ലീഗിന് തന്നെ പിന്തുണ നൽകാനാണ് സാധ്യത. ഈ സാധ്യത ഉറപ്പിക്കാനാണ് AKM അഷ്റഫിന്റെ പുതിയ പ്രതികരണം പുറത്തുവന്നത്. SDPയെ മതേതര പാർട്ടിയെന്ന് വിശേഷിപ്പിച്ചതോടെ ഇരു കക്ഷികൾക്കുമിടയിലെ രാഷ്ട്രീയ അകലം കുറയുന്ന സൂചനകളാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം SDPയെ വെള്ളപൂശുന്ന സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെക്കും. നേരത്തെ അഷ്റഫ് തന്നെ കടുത്ത വിമർശനം നടത്തിയിരുന്ന പാർട്ടിയെക്കുറിച്ചുള്ള ഇത്തരമൊരു മൃദുവായ സമീപനം തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാമെന്ന വിലയിരുത്തലുണ്ട്. മഞ്ചേശ്വരത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കാനിടയുള്ള ഘടകമാണ്. ഈ പശ്ചാത്തലത്തിൽ SDPയുടെ നിലപാട് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അഷ്റഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ SDPI UDFന് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി രാഷ്ട്രീയ വൃത്തങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യം. SDPയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വോട്ടെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ മണ്ഡലത്തിലെ ഫലം നിർണ്ണയിക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു.